ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ തൻ്റെ അച്ഛൻ്റെ തല അടിച്ചു പൊട്ടിച്ച് ഈ നിലയിൽ ആക്കിയത് നന്ദനാണെന്നറിഞ്ഞ് നന്ദന് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കാൻ പോകാൻ തുടങ്ങുന്ന ശാരികയെ തടയാണ് ദേവിക. എന്നിട്ട് അകത്ത് കിടക്കുന്നത് എൻ്റെ കൂടി അച്ഛനാണെന്നും പൊറുക്കാൻ പറ്റാത്തത് പലതും ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇത് വിടില്ല എന്ന് തന്നെ ദേവിക പറയുന്നുണ്ട്. ഇതേസമയം സിദ്ധാർത്ഥനാണെങ്കിൽ മാധവേട്ടൻ്റെ വിവരം അറിഞ്ഞ പ്രഭയെയും നന്ദനെയും ഹോസ്പിറ്റലിലേക്ക് അവരൊരുമിച്ച് പോകാമെന്ന് തീരുമാനിക്കുന്നു. പ്രഭയോട് വേഗം റെഡിയായിട്ട് വരാനും നന്ദനോട് ദേവിക മോൾ ഇവിടെ നിന്ന് പോയെങ്കിലും നമ്മളെല്ലാവരും ഹോസ്പിറ്റലിൽ ഉണ്ടാകണമെന്നും നീ എല്ലാത്തിനും മുന്നിൽ നിൽക്കണം എന്നെല്ലാം പറയുമ്പോൾ അത് കേട്ട് സിദ്ധുവിനോട് ഒന്നും തുറന്നു പറയാൻ കഴിയാതെ ശ്വാസം മുട്ടാണ് നന്ദനും പ്രഭയും. തുടർന്ന് സിദ്ധാർത്ഥൻ ദേവികയെ വിളിക്കുന്ന സമയത്ത് തന്നെയാണ് ചന്ദ്രോത്തേക്ക് ദേവിക വരുന്നത്. മോള് തിരിച്ചു വന്നതിൽ പറഞ്ഞറിയിക്കാനാവാത്തത്ര സന്തോഷമുണ്ടെന്ന് സിദ്ധാർത്ഥ് പറയുമ്പോൾ അച്ഛൻ്റെ മോൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യത്തിൽ ദേവിക അകത്തേക്ക് കയറുന്നു. തുടർന്ന് നന്ദനെ കാണുന്നതും നിയന്ത്രണം വിടുന്ന ദേവിക, തനിക്ക് നാണയില്ലേടോ, എന്നോടുള്ള ദേഷ്യത്തിന് താൻ എൻ്റെ അച്ഛനോട് എന്താടോ ചെയ്തത്, ഇങ്ങനെയൊരു ക്രൂരത ചെയ്യാൻ തനിക്ക് എങ്ങനെ മനസ്സ് വന്നു എന്ന് ചോദിച്ചുകൊണ്ട് നന്ദൻ്റെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ദേവിക. ഈ സമയത്താണ് സിദ്ധുവും കാര്യങ്ങളെല്ലാം അറിയുന്നത്. തുടർന്ന് സിദ്ധുവും ദേഷ്യത്തിൽ നന്ദൻ്റെ കരണടിച്ച് പൊട്ടിക്കുന്നുണ്ട്. അത് കണ്ടു നിൽക്കാൻ കഴിയാതെ പ്രഭാവതി വന്ന് നന്ദൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ലെന്നും അവൻ നിരപരാധിയാണ്, അവനെ തല്ലരുതെന്നെല്ലാം സിദ്ധുവിനോട് പറയുന്നുണ്ട്. താനാണ് എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത്, ഇവനെ വഷളാക്കിയതെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭയുടെ നേരെ ചൂടാവുന്നുണ്ട് കേട്ടോ സിദ്ധു. ദേവികയെ നന്ദനെ തല്ലരുതെന്ന് സിദ്ധുവിനോടൊന്ന് പറയാൻ പ്രഭ ആവശ്യപ്പെടുമ്പോൾ, അപ്പോൾ എൻ്റെ അച്ഛനോട് ഇയാൾ ചെയ്തതെല്ലാം ഞാൻ ക്ഷമിക്കണോ? എൻ്റെ അച്ഛന് ഇതുവരെ ബോധം വീണിട്ടില്ല, തിരിച്ചു കിട്ടുമോ എന്ന് പോലും ഉറപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവിക പ്രഭയ്ക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട്. തുടർന്ന് രണ്ടുപേരും ചേർന്ന് എന്നെ മുന്നിൽ നാടകം കളിക്കുകയായിരുന്നു അല്ലേ? എന്തിനാടാ ആ പാവം മനുഷ്യൻ്റെ തല തല്ലി പൊളിച്ചത്? ദേവിക ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതിൻ്റെ ദേഷ്യമാണോ നീ ആ പാവം മനുഷ്യൻ്റെ നേരെ തീർത്തത് എന്ന് നന്ദന് നേരെ ചോദിച്ച് സിദ്ധാർത്ഥ ആളിക്കത്തുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരെ എന്നെ ഒന്ന് വിശ്വസിക്കുക, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വീണ്ടും നന്ദൻ പറയുമ്പോൾ, താൻ ഇനി ഒന്നും പറയണ്ട, എൻ്റെ ഫയൽ മോഷ്ടിച്ചതിനും എൻ്റെ അച്ഛൻ്റെ തല അടിച്ചു പൊട്ടിച്ചതിനും എല്ലാത്തിനും ചേർത്ത് ശിക്ഷ വാങ്ങി തന്ന് തന്നെ ഞാൻ അഴിക്കുള്ളിലാക്കും എന്ന് ദേവിക പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് ഋഷിയുടെ ഫ്രണ്ട്സ് ആ ഗ്രൗണ്ടിൽ വെച്ച് എന്നെ കണ്ടപ്പോൾ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയെന്നും ഋഷി എവിടെയെന്ന് ചോദിച്ച് എന്നെ തല്ലിയെന്നും അതിനിടയിലാണ് ദേവികയുടെ അച്ഛൻ എന്നെ രക്ഷിക്കാനായിട്ട് ഓടി വന്നത്. ഋഷിയുടെ ഫ്രണ്ട്സിൻ്റെ അടിക്കുന്നതിനിടയിൽ അബദ്ധത്തിനിടയിൽ ദേവികയുടെ അച്ഛന് അടി കൊള്ളുകയായിരുന്നു എന്നും നന്ദൻ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. ഇത് കേൾക്കുന്ന ദേവിക ഓരോ കള്ളക്കഥയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ചെയ്ത തെറ്റിൽ നിന്നും രക്ഷപ്പെടാൻ എന്ന് ദേവിക പറയുമ്പോൾ, അവൻ പറഞ്ഞത് തന്നെയാണ് മോളെ സത്യം എന്ന് നന്ദന് സപ്പോർട്ടായിട്ട് പറയുന്ന പ്രഭയോട്, പ്രഭ താൻ ഒറ്റ ഒരാളാണ് നമ്മുടെ മകൻ ഇങ്ങനെയാവാൻ കാരണം, ഈ പാപമൊക്കെ ഇവൻ എവിടെ കൊണ്ട് തീർക്കും എന്ന് ചോദിക്കുന്നുണ്ട് സിദ്ധു. ഋഷിയുടെ ഫ്രണ്ട്സ് എന്തിനാ നിന്നെ ഉപദ്രവിക്കാൻ വന്നത്, നീയും അവരും തമ്മിൽ എന്താണ് ബന്ധം എന്ന് സിദ്ധു ചോദിക്കുമ്പോൾ, അത് തന്നെയാണ് അച്ഛാ എനിക്കും ചോദിക്കാനുള്ളത്, അന്ന് ഫയൽ മോഷ്ടിച്ച തെറ്റിനും ഇപ്പോഴും നമുക്കൊരു ഉത്തരം കിട്ടിയിട്ടില്ല അച്ഛാ എന്നും ദേവിക പറയുന്നുണ്ട്. തുടർന്ന് എല്ലാം എൻ്റെ തെറ്റാണെന്നും ഞാനെല്ലാം അച്ഛനോടും ദേവികയോടും തുറന്നു പറയണമായിരുന്നു എങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അവരുടെ മുന്നിൽ പൊട്ടിക്കരയുന്നുണ്ട്. ദേവി മാപ്പ്, നിന്നോട് ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്, നിന്റെ ഫയൽ ഞാൻ മോഷ്ടിച്ചത് ഇസബെല്ലയ്ക്ക് വേണ്ടിയാണ്. ഇസബെല്ലയ്ക്ക് വേണ്ടിയോ എന്ന് ദേവികയും സിദ്ധുവും തുടരെ വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ, അരുന്ധതി മേഡത്തിൻ്റെ മകൻ ഋഷിയെ കൊന്നത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നതെല്ലാം തുറന്നു പറയുന്നുണ്ട് നന്ദൻ. അത് കേട്ട് ഞെട്ടിത്തെറിച്ചു പോവുകയാണ് ദേവികയും സിദ്ധുവും. കെവിനും ഇസബെല്ലയ്ക്കും എല്ലാം അറിയാം, നിങ്ങളുടെ മുന്നിൽ ഒന്നും തുറന്നു പറയാതെ എല്ലാം മൂടി വെച്ചത് വലിയ തെറ്റ് തന്നെയാണ്. ഒരു തെറ്റും മറച്ചു വയ്ക്കാൻ വീണ്ടും തെറ്റുകൾ ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് പ്ലാന്റേഷൻ്റെ അനുമതിക്ക് ഞാനും അമ്മയും ചേർന്ന് ദേവികയെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പുവെപ്പിച്ചത്. അങ്ങനെ ഫയൽ മോഷ്ടിച്ചതുൾപ്പെടെ എല്ലാ കാര്യങ്ങളും നന്ദൻ ദേവികയോടും സിദ്ധാർത്ഥനോടും തുറന്നു പറയുന്നു. അങ്ങനെ എല്ലാം സത്യങ്ങളെല്ലാം അറിയുന്ന ദേവികയാണെങ്കിൽ ഞെട്ടലോടെ ചന്ദ്രോത്ത് നിന്നും പോവുകയാണ്. ശേഷം കാര്യങ്ങളൊക്കെ കൂടുതൽ കുഴപ്പത്തിലേക്കാണല്ലോ പോകുന്നത് എന്ന് സിദ്ധു പറയുമ്പോൾ, ദേവിക ഇനി എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പ്രഭ പറയുന്നതും, നന്ദൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം, അക്കാര്യത്തിൽ ദേവികയുടെ അതേ നിലപാട് തന്നെയാണ് എനിക്കെന്ന് തുറന്നടിക്കുന്നുണ്ട് കേട്ടോ സിദ്ധു. ഇതേ സമയം ചന്ദ്രോത്തേക്ക് ഐസക് ഉരുവിള വരുന്നുണ്ട്. അതായത് നന്ദൻ തന്നെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ സ്ഥിതിക്ക് ഇനി അയാൾക്ക് നന്ദനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നന്ദനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അയാളുടെ വരവ്. ഏതായാലും സത്യങ്ങളെല്ലാം ദേവിക അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇസബെല്ലയുടെ ഒരു കളിയും നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല ഋഷി കേസിൻ്റെ കൂടുതൽ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ഋഷി മരിച്ചിട്ടില്ല എന്നും
ഇസബെല്ലയും കെവിനും ചേർന്ന് നന്ദനെ ചതിക്കുകയാണ് എന്നുള്ളൊരു സത്യവും പുറത്തു വരും. അതോടുകൂടി താൻ അനുഭവിച്ച ഈ ട്രോമയ്ക്കെല്ലാം ചേർത്ത് ഇസബെല്ലയ്ക്ക് നല്ല തിരിച്ചടി തന്നെ നന്ദനും ദേവികയും കൊടുക്കും. അപ്പോൾ അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്